ഹായ് എവരി വൺ. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മളുടെ കുട്ടികളോടല്ല, നമ്മളുടെ പേരൻസിനോടാണ്. സോ 2025 JEE ഫസ്റ്റ് സെഷൻ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ റിസൾട്ട് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റിസൾട്ട് വരുന്നതാണ്. സോ റിസൾട്ട് വന്ന് കഴിയുമ്പോൾ ഉള്ളൊരു അവസ്ഥയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾ ഈ നീണ്ട ഒരു വർഷം ജെയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ, അതേപോലെ തന്നെ LMRP, ലാസ്റ്റ് മൊമെൻറ്റിലുണ്ടായിരുന്ന നമ്മുടെ റിവിഷന്, ഇതിനകത്തെല്ലാം ആക്റ്റീവായിട്ട് തന്നെ നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ വേണ്ട രീതിയിൽ തന്നെ അവരുടെ ആ ദിവസത്തെ ആ ഷിഫ്റ്റ് എക്സാമും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും റിസൾട്ട് വന്നു കഴിയുമ്പോൾ കുറേ കുട്ടികൾക്ക് നല്ല പേഴ്സൻറ്റേജ് കിട്ടും. എന്നാൽ കുറച്ച് കുട്ടികൾക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു പേഴ്സൻറ്റേജ് കിട്ടിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഡേയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അവർ ചിലപ്പോൾ വീടിൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്ന് എക്സാം എഴുതിയ സമയത്ത് വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം, നല്ല മാർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കാം. ആ ഒരു കോൺഫിഡൻസോട് കൂടിയായിരിക്കും അവർ എക്സാം ഹാളിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷേ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ആ സമയത്തെ ആ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ള കാര്യം എക്സാം ഹാളിലും നിങ്ങൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ശരിക്കും നമ്മുടെ എക്സാം ഹാളിൽ എത്തിക്കഴിയുമ്പോൾ പല ഫാക്ടേഴ്സ് കാരണം, ചിലപ്പം നമ്മൾ എന്തെങ്കിലും ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഹാങ് ആയെന്ന് വിചാരിച്ച്, അങ്ങനെ പല പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. സോ അങ്ങനെയുള്ള കുറേ കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ കൂട്ടത്തിലുണ്ട്. സോ അങ്ങനെയുള്ള കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അവർ JEE എന്ന് പറഞ്ഞ കാര്യം ഓപ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? +2 കഴിയുമ്പോൾ തന്നെ അവർ JEEയിലേക്ക് വരും. അവർക്ക് നല്ലൊരു കരിയർ വേണം, അവരുടെ ഡ്രീം കോളേജിൽ എത്തിപ്പെടണം, അവരുടെ ഡ്രീം കോഴ്സ് വേണം, നല്ല സാലറിഡ് ആയിട്ടുള്ളൊരു ജോബ് വേണം എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് ഇതിനു വേണ്ടി എത്തിപ്പെടുന്നത്. പക്ഷേങ്കിൽ അത്രയും ലക്ഷ്യബോധത്തോടുകൂടി പഠിച്ച ഒരു കുട്ടിക്ക് റിസൾട്ട് വന്നു കഴിയുമ്പോൾ കിട്ടാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു സങ്കടാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ ലാസ്റ്റ് ചാൻസ് അല്ല, നമ്മളുടെ ഫസ്റ്റ് ബെസ്റ്റ് ചാൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം നമുക്ക് അടുത്ത ഫേസ് നമ്മളെ വെയിറ്റിംഗ് ആണ്. അടുത്ത ഫേസ് എന്ന് മാത്രമല്ല, നമ്മളെ കാത്ത് ഒട്ടനവധി എക്സാമുകൾ ഇനി മുന്നിലുണ്ട്. സോ നമ്മുടെ കുട്ടിക്ക് നമ്മൾ എന്ത് സപ്പോർട്ടാണോ ഇത്രയും കാലം കൊടുത്തത്, ഇതേ സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഇനി മുന്നോട്ടും കൊടുക്കേണ്ടത്. കാരണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റിസൾട്ട് മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ അലട്ടുന്ന മറ്റു പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പേരൻസിനെ എങ്ങനെ ഫേസ് ചെയ്യും, അവരെന്തൊക്കെ പറയും, അതുപോലെ തന്നെ പഠിപ്പിച്ച അധ്യാപകരെ എങ്ങനെ ഫേസ് ചെയ്യും, കൂടാതെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അവരൊക്കെ മറ്റു പല കോഴ്സിനും ഇപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളിത് വന്നതിന് അവർ പലതും പറഞ്ഞിട്ടുണ്ടാകും. സോ അന്നേരം ഈ റിസൾട്ടും കൂടെ നമുക്ക് മോശമായിട്ട് ഭവിച്ചു കഴിഞ്ഞാൽ അത് കാര്യത്തിലും ഇവരെന്ത് ചെയ്യും, ടെൻഷൻ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത ഫേസ് എന്ന് പറഞ്ഞ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇവർക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോകും. സോ പേരൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കുട്ടിയെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. നീ നിൻ്റെ ബെറ്റർ തന്നെയായിട്ടും കൊടുത്തിട്ടുള്ളത്. സോ ഇനി നിനക്ക് അവസരമുണ്ട്, അതിനുവേണ്ടി നീ പ്രയത്നിക്കുക. കൂടാതെ ഒട്ടനവധി എക്സാമുകൾ നിന്നെ കാത്തിരിപ്പുണ്ട്. കീമുണ്ട്, അതുപോലെ തന്നെ ക്യുസാറ്റിൻ്റെ എക്സാം വരുന്നുണ്ട്, പിന്നെ ബിറ്റ്സാറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് എക്സാമുകൾ നമ്മുടെ മുന്നിലുണ്ട്. സോ ഇതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു സപ്പോർട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. മറ്റാര് പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മളുടെ സ്വന്തം മക്കളോട് നമ്മുടെ പേരൻസ് തന്നെ പറയുമ്പോഴാണ് അതിന് ഏറ്റവും വാല്യൂ ഉണ്ടാകുന്നത്. അപ്പം സെക്കൻഡ് ഫേസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷൻ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LMRP phase 2 ആണ് ഇനി നമുക്ക് മെയിനായിട്ട് നമ്മളുടെ മുന്നിലുള്ളത്. ആ ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്താൽ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ യൂട്യൂബിൽ കഴിഞ്ഞ സെഷൻ എന്താണോ നമ്മൾ പ്രൊവൈഡ് ചെയ്തത് അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പേരൻസും ചെയ്യേണ്ടത് അത് തന്നെയാണ്. നമ്മൾ കുട്ടികൾ പഠിച്ചോ, നിനക്ക് എക്സാമിന് എങ്ങനെയുണ്ട് മാർക്ക് കിട്ടിയത് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത എക്സാം ഉണ്ടല്ലോ എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ടോക്ക് മാത്രം മതി ഒരു പക്ഷേ അവർക്ക് മുന്നോട്ടെത്താൻ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, എത്ര നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും സംടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം ഹാളിലെ ഒരു പ്രഷർ കാരണം അവർക്ക് പെർഫോം ചെയ്യാതെ പോകാൻ പറ്റുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം നമ്മുടെ കുട്ടിക്ക് എന്ത് ചെയ്തത്, ഇത് സാധിക്കാതെ പോയത്. അപ്പോൾ അവനോട് പറയേണ്ടത് ഇങ്ങനെയാണ്, എന്താണ് നിൻ്റെ പ്രശ്നം, നിനക്ക് അവിടെ എന്താണ് സംഭവിച്ചത്, അതിനെ നീ കറക്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളൊരു സപ്പോർട്ടാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. സോ phase 2 വേണ്ടിയിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണ്. സോ പേരൻസും അതോടൊപ്പം തന്നെ ടീച്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ കൂടെ തന്നെയുണ്ട്. അവർക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ സാധിക്കുന്നതുമാണ്. സോ കുട്ടികളോടും കൂടി പറയുകയാണ്, നമ്മുടെ അടുത്ത അവസരം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുക. ഓൾ ദി ബെസ്റ്റ്.